ഉണ്ടല്ലോ ഇന്ന് അട്ടപ്പാടിക്ക് കുറച്ച് വെയിലിന്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് എവിടെയാന്ന് വെച്ചാൽ മൂലക്കൊമ്പയ്ക്ക് പോവാനുള്ള വഴിയുണ്ടല്ലോ, ആ വഴിയുടെ അവിടെ മെയിൻ റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എവിടെയെങ്കിലൊക്കെ പോവാന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടിങ്ങനെ വെറുതെ നടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ നടക്കാൻ പോണ വഴികളും എല്ലാ സ്ഥലവും ഒരുപോലെയൊക്കെ തന്നെ എങ്കിലും നടക്കാൻ പോണ വഴികൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ ആ റോട്ടിൽ കൂടി ഇങ്ങനെ പോയി നോക്കാം. അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കാട്ടുപ്രദേശമല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നാണ് പോണത്. വണ്ടിയൊന്നുമില്ല, ഇന്ന് കാൽനടയാണ് വണ്ടി. അപ്പോൾ പോയി നോക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂലക്കൊമ്പയ്ക്ക് 4 കിലോമീറ്റർ ആണെന്നാണ് പറയണത്. അതായത് ഈ റോഡ്, ആ റോഡിക്ക് 4 കിലോമീറ്റർ. മെയിൻ റോഡ് ഇങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ഈ റോട്ടിൽ കൂടി അങ്ങനെ പോയി നോക്കാം. പച്ചു അപ്പം നമ്മളതാ ആ പുറകിൽ നിന്നാണ് വന്നത്. ആ കാറ്, റെഡ് കാറ് പോയില്ലേ, അവിടെ നിന്നാണ് വന്നത്. ഏതാ? ഓ ഇല്ല, അങ്ങോട്ട് വരുന്നില്ലപ്പാ. നമ്മുടെ റൈറ്റ് സൈഡിൽ കുറച്ച് വീടുകളുണ്ട് കേട്ടോ. അത് ആ റോട്ടിക്കൊക്കെ കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവനെ അറിയണ ഒരു ടീച്ചറിൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് അവൻ കാണിച്ചു തരാണ് എനിക്ക്. അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മോൾക്ക് ഭയങ്കര കാടാണ്. തിരിച്ചു പിടിച്ച് കാണിച്ചു തരാം. മുന്നോട്ട് നടന്നോളൂ. ഇങ്ങനെയാണ് മുന്നോട്ട് നടന്നത്. അത് പുറകോട്ടാണ് നടക്കുക. അപ്പോൾ ഇതെന്താ മല. നമ്മളെ അകളിയിലൊക്കെ നിന്നിരുന്ന പോലെ തന്നെ അട്ടപ്പാടിയുടെ ഒരു ഭാഗമായിരുന്നല്ലോ അകളി മുഴുവൻ ഇതുപോലെ വീഡിയോ എടുത്ത് നടന്നവരായിരുന്നല്ലോ നമ്മൾ. അതേപോലെയൊക്കെ തന്നെ നല്ല രസമുണ്ട്. ഓ, ഈ പ്ലോട്ട് ഫോർ സെയിൽ. ആ, സ്ഥലം വിൽപ്പനയ്ക്ക്. ഇന്നലത്തെ തന്നെ വ്യത്യസ്തമായിട്ട് നല്ല വെയിലിട്ടാ. വെയിലിൻ്റെ ചൂട് മങ്ങിയ വെയിലാണെങ്കിലും നല്ല ചൂടുണ്ട്. ഇവിടെ തല പൊള്ളുന്നില്ലേ? ഇവിടെ വേണമെങ്കിൽ നോർത്തിക്കോ. വേണ്ടേ? വേണ്ട. ഞാൻ ഈ കവർ വെച്ച് മറച്ചാ പിടിച്ചിരിക്കുന്നത് വെയിലായതും കൊണ്ട്. ചെറുതായിട്ട് മഴ തുള്ളിയിരുന്നുണ്ട് കേട്ടോ. അടക്കാക്കുരുവി അതിൽ. അതാ ഏതില്? ആ പൂവില്. പൂവ് എവിടെ? പറന്നുപോയി. ആ പൂവില്. ഞങ്ങൾ ഈ കയറി പോണത് ഒരു കയറ്റമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ തുടക്കം പറഞ്ഞില്ല, അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു കയറ്റമാണ് ഇങ്ങനെ. ഇതുവരെ കയറിയത് അറിഞ്ഞില്ല. അത് നല്ല കാലാവസ്ഥയല്ലേ, അതാ മഴക്കാറും കൂടിയില്ലേ, വെയിലിൻ്റെ ചൂട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഇവിടുത്തെ പരിസരവാസികൾ ഇവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെയായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് അവരെയും കൂടി കാണാട്ടാ. എന്തെങ്കിലും ചോദിക്കോ പറയുന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് പിന്നെ അവരൊക്കെ കണ്ട് ശീലമാണല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാം. അല്ലെങ്കിൽ അവരെയായിട്ട് വീഡിയോ എടുക്കണമെന്നില്ല കേട്ടോ. കാണുമ്പോൾ നോക്കിക്കോ. ഒരമ്മയാണ് നിൽക്കുന്നത്. ഒന്നും ചോദിച്ചൊന്നുമില്ല. എന്ത് ചെടി അറിയില്ല. നല്ല ഭംഗിയുള്ള കായ. നെല്ലിക്കാണ് തിന്നോ. ആ, വിഷക്കായ ആയിരിക്കും മിക്കവാറും. അവിടെയൊക്കെ ഉണ്ട്. കുറച്ചും കൂടി മുന്നിൽ പോയിട്ട് കോഫിയാട്ടാ. ഒരപ്പൂപ്പൻ നിൽക്കുന്നുണ്ട്, ഒരമ്മൂമ്മ നിൽക്കുന്നുണ്ട്. ആടിനെ തീറ്റയാണ്. ആടിനെ തീറ്റ. എന്താ പിന്നെ ഒരു കുഞ്ഞുപാവ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഹലോ. ചിരിക്കുന്നവൻ. അവർ ചിലപ്പോൾ അവരുടെ ഭാഷയൊക്കെ സംസാരിക്കുന്നത്. തമിഴ്. ആട് ഇവിടെ നിൽക്കുന്നുണ്ട്. ആടിനെ തീറ്റാൻ നിൽക്കാണ് സഞ്ചിയൊക്കെ കൊണ്ട്. ആടിന്റെ കളർ നീല. ആ, ഒരു കണ്ണിന്റെ ആടിന്റെ കളർ
ആടിന്റെ കണ്ണ് നീല അങ്ങനെ പറ. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നതിട്ടാ. അപ്പൊ അതിന്റെ ഏകദേശം ഒരു ടോപ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ജലസംഭരണിയൊക്കെ കാണണ്ടേ, അത് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ജലസംഭരണിയാണ്. അതിന് നടുവിൽ കുഴി ഉണ്ട് അല്ലേ? മഴ പെയ്തിട്ട് വെള്ളം ആക്കുന്നതാണോ എങ്ങനെയാണോ അതിന്റെ സംവിധാനം എന്ന് അറിയില്ല കേട്ടോ. അത് എഴുതി വെച്ചിട്ടുണ്ട് ജലസംഭരണിന്ന്. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഉണ്ടല്ലോ ചുറ്റും മലകൾ, ചുറ്റും മല. ഈ റോഡ് മാത്രമേ ഉള്ളൂ നടുവില്. അപ്പൊ ആ ചുറ്റുമുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഒരു ടിപ്പർ വരുന്നുണ്ട്, വളവാണ്. ഒരു ടിപ്പർ അതാ വരുന്നു. അത് പോട്ടെ, എന്നിട്ടുള്ള ഈ ചുറ്റുമുള്ള കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് ഫ്രണ്ടിലേക്കുള്ള ഒരു കാഴ്ച, അവിടെ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്. പുഴയിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ എത്തുക. അതുകൊണ്ട് ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ജനവാസ മേഖലയും കൂടിയാണ്, കാടുമാണ്, ജനവാസ മേഖലയാണ്. ഇപ്പം നമ്മൾ കയറി വന്ന റോഡിൻ്റെ അപ്പുറമുള്ള മല ഇതുണ്ടോ, മലയുടെ ഉള്ളിൽ കൂടി റോഡ് വരുമ്പോലെ ഇല്ലേ, മഴക്കാറുണ്ട് ആകാശത്ത്. അതിനനുസരിച്ച് കോട മൂടിയിട്ടുണ്ട് ദൂരെയുള്ള മലയിലൊക്കെ. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ജലസംഭരണി നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഞങ്ങളൊരു തണലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു മരത്തിൻ്റെ തണലത്ത്. അവിടെ ആ മലേൻ്റെ സൈഡിലൊരു റോഡ് കാണണ്ടോ, ആ മലയില്ലേ അതിൻ്റെ സൈഡിലൊരു റോഡ് കാണണം. നമ്മളിതാ ഈ മരത്തിൻ്റെ തണലിലാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. വെയിലിന് വലിയ ചൂടെന്ന് പറയാനില്ല കേട്ടോ. നേരത്തെ നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പം അത്ര ചൂടില്ല. ഓ ആയിക്കോട്ടെ, അവൻ എന്നെ തർജ്ജമ ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതാ അവിടെ ഒരു കുറച്ച് കൃഷികളൊക്കെ കാണി, വേലിൻ്റെ ഉള്ളിൽ കൂടി വാഴ, കവുങ്ങ്, തെങ്ങ്, പിന്നെ എന്തൊക്കെയോ മരങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. കയ്യിൽ ഇതാ ഈ സഞ്ചി കിഴിഞ്ഞ് പോവാണ്. സാധാരണ ഞാൻ ബാഗാണ് എടുക്കാറ്, ഇന്ന് സഞ്ചി മതിയെന്നും പറഞ്ഞിട്ട് സഞ്ചി എടുത്തിട്ട് വന്നതാ. അപ്പോൾ വീട് പൂട്ടിയിട്ട് ചാവി ഇതൊരു പോക്കറ്റാണേ. അപ്പോൾ ഈ പോക്കറ്റിൽ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ വീട് പൂട്ടി ചാവി ഇവിടെ ഇട്ടു. അച്ഛനാണ് ഐഡിയ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലിടുക, അപ്പോൾ പോവില്ലല്ലോ എന്ന്. വെയിൽ കൊണ്ടിട്ട് ഒരാൾ തുമ്മാൻ വേണ്ടി. നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം. ഇവരിങ്ങനെ നടക്കാൻ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പം ഒന്നും തിരിച്ചു പോണ്ട. അപ്പം ഞാനിവിടെ വന്നിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം എന്നാ പറഞ്ഞോളൂ. എങ്ങോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ചോദിക്കാം എങ്ങോട്ട്, നേരെ വീട്ടിലേക്കാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. എങ്ങോട്ട്? വെയിലിന് വീണ്ടും ശക്തി കൂടിയിട്ടുണ്ട്. അയ്യോ അച്ഛൻ എങ്ങനെ സഹിക്കുന്നു? കൊട നൂർത്തിടാ, നൂർത്ത്. അയ്യോ നല്ല വെയില്. എനിക്കിത് വലിയ വെയിലൊന്നുമില്ല. രണ്ടുപേരും അതേ കയറി പോകുന്നുണ്ട്. അവരെങ്ങോട്ടോ ഉള്ള യാത്രയാണ്. അപ്പം അത് റോഡാണല്ലോ അച്ഛോ. നീ വന്ന വഴിയാ? നീ നേരത്തെ ഒരു സൈഡിൽ കയറിയില്ലേ? നീ ഒരു സൈഡിൽ കയറിയില്ലേ? ആ ഒരു റോഡ് മേലേക്ക്. അവിടെ നമുക്ക് കയറണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കയറാം. പിന്നെ മുന്നോട്ടുള്ള റോഡിലേക്ക് ലെഫ്റ്റ് സൈഡ് മലയും കണ്ടില്ലേ. പിന്നെ പ്രൈവറ്റ് സ്ഥലമാണോന്ന് അറിയില്ല. അല്ല, മുകളിൽ ജണ്ട കെട്ടിയിട്ടുണ്ട് അവിടെ മുകളിൽ, അത് കാണുന്നില്ല. ഒരു 2 പ്ലോട്ടിൻ്റെ അപ്പുറം കേട്ടോ. ഇവിടെ വീട് പണിക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, മണലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരു കട്ടിലെ വെപ്പ് കഴിഞ്ഞിട്ട് അതവിടെ ഉണ്ട്. അത് താഴെന്നൊരു ബസ് പോകണടിക്കുക. അത് ലെഫ്റ്റ് സൈഡത്തെ കാഴ്ച. റൈറ്റ് സൈഡ് പറഞ്ഞാൽ ഇതാ അവിടെ കുറച്ച് തേക്ക് മരങ്ങൾ ഉണ്ട് കേട്ടോ. നല്ല പൂത്തൊക്കെ നിൽക്കേണ്ട തേക്ക് മരങ്ങൾ. അത് കഴിഞ്ഞിട്ട് വാഴ, തെങ്ങ് കൃഷിയുണ്ട്. തെങ്ങും തൊപ്പാണ്. അതിൻ്റെ അപ്പുറം മല. ഇവിടെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ, അത് ആനയ്ക്കുള്ള ഫെൻസിങ് ഒന്നും അല്ല എന്ന് തോന്നുന്നു. അത് പന്നി, മാന്, അതിനുള്ള ചെറിയ ജീവികൾക്കുള്ള ഫെൻസിങ് ആണ്. മാനത് ചാടി കിടക്കുമായിരിക്കും. പോടാ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എണീക്കാൻ കുറച്ച് വൈകിട്ടാ. കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോൾ നേരം 10 മണി. അപ്പോൾ പിന്നെ രാവിലത്തെ ഉച്ചക്കത്തെയും കൂടെ ഭക്ഷണം ഒറ്റ നേരെ കഴിച്ചിട്ടുള്ളൂ, 11 മണിയാകുമ്പം. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയതിൽ കടലമുട്ടായി ഉണ്ടായിരുന്നു. ഞാനൊരു പാക്കറ്റ് എടുത്തു. ഒരാൾക്ക് പൊളിക്കാൻ കിട്ടുന്നില്ല. എവിടെ ചെന്നാലും ഇവൻ്റെ അവസ്ഥ ഇതാണ്. അങ്ങനെയല്ല, ഇത് പൊളിക്കേണ്ട സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ പൊളിച്ചാൽ അത് വരും. കിട്ടിയോ?
എൻ്റെ കടല മുട്ടായി കഴിഞ്ഞു. പിന്നെ ഇല്ല. കഴിഞ്ഞില്ല. തീറ്റപ്പുല്ല് കൃഷി അവിടെ. അപ്പോൾ നമ്മൾ തെങ്ങും തൊപ്പൊക്കെ പറഞ്ഞില്ല, ആ തെങ്ങും തൊപ്പിൻ്റെ ഈ അറ്റത്തേക്ക് നടന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ തെങ്ങും തോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് തീറ്റപ്പുല്ലിൻ്റെ കൃഷിയാട്ടോ. അതാ കണ്ട കുറേശ്ശെ കാണുന്ന തീറ്റപ്പുല്ല്. അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. കുറേ ദൂരം ഇങ്ങോട്ട് നടന്ന് വന്നിട്ടുണ്ട്. ഈ വഴിയൊക്കെ ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടച്ചു. ക്ഷീണിച്ച് പോവാ. അവിടെ പോയി ഇരിക്കുമല്ലോ നമ്മള്. എവിടെയെങ്കിലും പോയി ഇരിക്കാം, എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോവാ. ഇരിക്കേണ്ട ഒരു സ്ഥലം കാണണ്ടേ. കാട്ടുവഴിയാണ്, റൈറ്റ് മാത്രമേ ഉള്ളൂ കൃഷിയും ആളുകളൊക്കെ. ലെഫ്റ്റ് നല്ല കാടാണ്, മലയാണ്. എന്തെങ്കിലും ചാടുവോ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന്? നിന്റെ കാലം കൊടയും കൊണ്ട് എന്ത് കാട്ടാനാ? ഞാൻ പറയാം ഇതും കൊണ്ട് കുത്തത്ര കാലം കൊടയും കൊണ്ട്. വാഴക്കൊല, വാഴത്തക്ക, വാഴക്കൊല. ഇവിടെ ആന ഉണ്ടാവാൻ സാധ്യത. വാഴക്കൊല ഇത്ര ദൂരം വന്നതല്ലേ, എന്നാ പിന്നെ വെള്ളം കുടിക്കാ. മതി. കടല മുട്ടായും കൂടി കഴിച്ചപ്പോ അജാ ചക്കനായാലും തുപ്പി. ചെറുക്കൻ ഞാൻ ആദ്യം കുട്ടി നന്നായി തുപ്പി കളയല്ലേ. ശരി. മഴ വരുന്നുണ്ട്. മഴ പെയ്യല്ലേ, പെയ്താൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. തീറ്റപ്പുല്ലിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോന്നിട്ട് ഇതേ കുറച്ചും കൂടി മുന്നിക്കെത്തി. ഇവിടെ താഴെ പൂളക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതാ പൂളക്കൃഷി. പിന്നെ അത് കഴിഞ്ഞിട്ട് മേലേക്ക് കണ്ട നല്ല ഭംഗിയുണ്ട് മലയൊക്കെ കാണാൻ. കമ്പിവേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മൈതാനം പോലത്തെ മല. അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. കാറ്റിന് കണ്ട വാഴയുടെ ഇലകളൊക്കെ കീറി ഒരു ഇതായിട്ടുണ്ട്. ആര്യവേപ്പുണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ തൈകളും മരങ്ങളും നിറയെ ഉള്ളൊരു സ്ഥലമാട്ടോ നമ്മുടെ അട്ടപ്പാടി എന്ന് പറയണത്. ഇതെന്താ വേപ്പ് വെട്ടിയിട്ടിട്ടുണ്ട് കമ്പ്. വിത്ത് ഉണ്ടാവും, കായുണ്ട്. നമ്മളെ മുറ്റത്തുണ്ടല്ലോ, അവിടെ വീട്ടിൽ മുറ്റത്തുണ്ട്. എന്താ ആര്യവേപ്പ് വളർന്ന് ചെടിയായിട്ട് മരമായിട്ട് നിൽക്കുന്നുണ്ട്. ചെടിയല്ല, മരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നല്ല ഔഷധ ഗുണമല്ലേ, നമുക്ക് അധികം അസുഖങ്ങളൊന്നും വരില്ലല്ലോ. പിന്നെ ലെഫ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ മലയാണെന്ന്, അപ്പോൾ അതിൽ തന്നെ നിറയെ ഈ വേലിച്ചെടി ഇടുന്നുണ്ടോ, വേലിച്ചെടി. പിന്നെ വേലിപ്പരുത്തി എന്നൊക്കെ പറയുന്ന ചെടി, അതാണ് നിറച്ച് ആ അറ്റം തൊട്ട് ഈ അറ്റം വരേക്കും അത് തന്നെയാണ്. ഇപ്പോൾ പണ്ട് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ കായ ഉണ്ടല്ലോ, ഇതിൻ്റെ കായ, ഈ കായ നമ്മൾ പറിച്ച് തിന്നുമായിരുന്നു കേട്ടോ. ഇപ്പോഴും തിന്നാം, പക്ഷെ അപ്പം അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് നല്ല മധുരമുണ്ട് കാട്ടത്തെ, അതുകൊണ്ട് എനിക്ക് വേണോ നോക്കാം. ഞാൻ ഉണങ്ങിയെടുക്കും. ഉണങ്ങിയതെടുക്കണേ, അല്ലാത്തെടുക്ക്. ഇതല്ല ഉണങ്ങാത്തത്. വണ്ടി എടുക്ക്. നല്ലതാ, നല്ല മധുരമുണ്ട് കേട്ടോ. അതുപോലെ കാട്ടിൽ പണ്ട് കാലത്ത് വേറൊരു പഴം കിട്ടുമായിരുന്നു. നമ്മൾ മലപ്പുറത്തെ വീട്ടിൽ കാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. തൊരടിപ്പഴം എന്നാണ് പേര്. ആ സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. 2 തരത്തിലുണ്ട്, വെള്ളത്തൊരടിയും കറുത്ത തൊരടിയും. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മലയിൽ ആടിനൊക്കെ തീറ്റാൻ പോകുമ്പോൾ, വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആടിനെ തീറ്റാൻ പോകുമ്പോൾ ഈ തൊരടിപ്പഴം പറിച്ചിട്ട് വരും. ഒരു മുള്ളു ചെടിയാണ്, മുള്ളൊക്കെ കുത്തും പറിക്കുമ്പോൾ. വയറ്റിൽ ഉണ്ട് അത് പശുത്തോട്ട്. അമ്മ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുള്ളു പോലത്തെ ഒരു തിന്നകായ അവിടെ മുകളുണ്ട്. ആണോ? കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ ആ കുന്നങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നിട്ടാ. ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ എവിടേക്കാന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. പണ്ട് ഒരിക്കങ്ങാണ്ട് ഈ വഴിക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഏത് ഇങ്ങോട്ട് വഴിയുണ്ടോ? അമ്മേ, ഇത് പോകാൻ പേടിയാ. വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ട.
വെറുതെ അല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മേലക്കൊരു കയറ്റം വരുന്നുണ്ട് അതാ അവിടെ. അപ്പം അവിടെ അത് നമ്മൾ അവിടെ നിന്ന് കണ്ട നിരപ്പായ സ്ഥലം അവിടെ എവിടെയും കയറാൻ പറ്റുമോ നോക്കാട്ടാ. അമ്മ ഈ വഴി നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഒരു ചാട്ടം ചാടണമെന്നുള്ളൂ. ഒരു കുഞ്ഞി പാലത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. നോക്കുമ്പോൾ ഒരു പുഴ, കുഞ്ഞിപ്പുഴ. വണ്ടി വരുന്നുണ്ട്, നോക്കിയിട്ട് റോഡിൻ്റെ നടുക്ക് നിൽക്കണ്ട. പുഴ ഇതേ ഒഴുകി ഒഴുകി വരുന്നു, അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം. ഉരുളങ്കല്ലോ ഇപ്പം ഏറ്റിയിട്ട് പോകാൻ പറ്റില്ല അച്ചോ. അവന് ഉരുളങ്കല്ല് വേണം, അത്ര ഉരുളങ്കല്ല്. ദേ ആ പുഴ. അമ്മേ അതൊക്കെ ഒരു കുഴി. ഇന്ന് വെള്ളം എടുക്കുന്നുണ്ടാവുമായിരിക്കൂല. ഉണ്ടാവുമായിരിക്കും. പുഴ അങ്ങനെ ദൂരേക്ക് പോവുന്നുണ്ട്. ഇറങ്ങാൻ വഴി ഉണ്ട് കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരാം. പക്ഷെ വേണ്ട, നമുക്ക് മേലെ പോയി നോക്കാം. ഇതിൻ്റെ സൈഡിൽ ഉണ്ടോ നല്ലൊരു ക്യൂട്ടായിട്ടൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കണു. കാടിൻ്റെ ഒക്കെ ഇടയിലാണ്. ലെഫ്റ്റ് സൈഡിൽ തെങ്ങും തോപ്പ് കണ്ടിട്ടാ. നമ്മുടെ വീട്ടിലത്തെ ഒന്നും തെങ്ങും തോപ്പ് പോലെയല്ല അവിടെ തെങ്ങും തോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണത്. നല്ല നീറ്റാക്കിയിട്ട് അതിൽ കിടന്ന് മറിയാൻ തോന്നും, അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് നാളികേരമൊക്കെ ഉണ്ട് തെങ്ങിൽ. തെങ്ങും കവുങ്ങും കൂടി കവുങ്ങ് കലർത്തിയാണ് വെച്ചിരിക്കണേ. അവിടെ ഒരു വീടുണ്ട്. പിന്നെ അങ്ങ് ദൂരെ ഓരോ കളറൊക്കെ കാണുന്നുണ്ട്. അയ്യോ കുഞ്ഞേ, മഴ പെയ്ത് നമ്മൾ ആ വീട്ടിൽ കയറിയിരിക്കാം. ആ വീടിൻ്റെ അപ്പുറത്തെ ഷെഡ് നോക്ക്. ആ ഷെഡിലുള്ളവരുടെ വീടായിരിക്കും ഒരു പക്ഷെ ഇത്. നമുക്ക് വഴിയൊക്കെ നോക്ക്, വഴി അമ്മേ. അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞാൽ അവർക്ക് സൂപ്പർ ആയിട്ട് ഇരിക്കാലോ. ഡാമിൻ്റെ ഉള്ളിൽ പോയ പോലെ ഉണ്ട് അല്ലേ. നല്ല നടവഴി. രണ്ട് വഴി പറഞ്ഞാൽ ഒന്ന് മെയിൻ വഴി, ഒന്ന് റൈറ്റിക്ക് ഒരു വഴിയും അല്ലേ. ഒരു പക്ഷെ ആ വീട്ടിലേക്കുള്ള വഴി ആയിരിക്കും. നമുക്ക് നോക്കാം. വീട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് പോവാം. എന്താ പറഞ്ഞാ വീട്ടിലേക്കുള്ളതല്ല. ഇതിങ്ങനെ പോയാൽ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ പോവണ്ട. ദൂരം കുറേ പോകുന്നില്ല, മഴയും പെയ്യണു. ഇത് വീട്ടിലേക്കുള്ള വഴിയല്ല. ഇത് കൂടി ഒന്ന് പോയോക്കട്ടെ എന്നാ. മെയിൻ റോഡ് മതി. എത്രയോ വന്നിട്ടുണ്ട്. എടാ അതാ വീട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ആണ്. അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലോട്ടുള്ള വഴി ആയിരിക്കും ഇത്. അങ്ങോട്ട് പോണില്ല. അതൊരു വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. ഇനി എന്തായാലും മലയിൽ അവിടെ പുൽത്തകിരിയിൽ പോയി ഇരിക്കാനൊന്നും പറ്റില്ല, മഴ പെയ്തതും കൊണ്ട്. അന്നൊരു ദിവസം വന്നപ്പോഴും മഴ നമ്മളെ പറ്റിച്ചു. പെയ്തിട്ട് അവിടെ ഇരിക്കാൻ പറ്റാണ്ട് വെറുതെ ഒരു കുഞ്ഞു പോസ്റ്റ് കിട്ടി. ഒരു മനസ്സിനൊരു സുഖമില്ലാതെ പോയിരുന്നു. എന്നിട്ട് തിരിച്ചു പോയി. കാടിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് ചോദാ. അതിലാരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കയറി ഇരിക്കാം. എനിക്കുള്ള വഴി അവിടെ ഈ വീടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഫാൻസിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുമല്ല, അതിൻ്റെ വാതിൽ നമുക്ക് അടച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന്. നല്ലൊരു വീട്. പക്ഷെ വള്ളിച്ചെടി വെച്ച് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മേലെ വള്ളിച്ചെടി പച്ചയ്ക്ക് വളർന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് കാലം ഇത് അടച്ചു വെച്ചിട്ട് വീടുണ്ടാക്കാൻ പറ്റാണ്ടേ. ഇനി അങ്ങോട്ട് ഇതന്നെ കാഴ്ചകൾ കിട്ടും. അതുകൊണ്ട് മേഘം മലയിൽ കോട മൂടിയിരിക്കുന്നത് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട്. അതൊക്കെ വെള്ളം ഇവിടെയൊക്കെ തണുപ്പ് കാലമായ ഭയങ്കര തണുപ്പാവും. അതിനുള്ളൊരു ഐഡിയ കണ്ടോ. ഈ ബാത്റൂമിൻ്റെ സൈഡ് കണ്ടോ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, വിറക് അടിയിൽ കൂടി ഇട്ട് കത്തിക്കും. അതായത് ആ ഓടൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടാ, കാണിച്ചു തരാം. ഇതാ ഓടിട്ട് കത്തിച്ചിരിക്കണ്ടാ. അത് കൂടി വിറക് ഇട്ട് കത്തിക്കും. അപ്പോൾ ടാങ്കത്തെ വെള്ളം ചൂടാവും. അങ്ങനെ നമുക്ക് കുളിമുറിക്കൊക്കെ ചൂടുവെള്ളം കിട്ടും. അതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടാ. നമ്മളതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ വീട്ടിലത്തെ അമ്മൂമ്മ അയ്യോ നോക്കി പേടിപ്പിച്ചു.
നോക്കി പേടിപ്പിച്ചൊന്നുമല്ല കേട്ടോ. അവരിതെന്താ സംഭവം പറഞ്ഞിട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, അവൻ്റെ കൊട എന്താ മൂലക്കൊമ്പ് ഇനി 3 കിലോമീറ്റർ നേടിയിട്ടുണ്ട്. ക്യാമറ തിരിഞ്ഞായതും കൊണ്ട് തല കുത്തനെയാണ് കാണിക്കുന്നത്. ഇനി വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നേരെ കാണിക്കുമെന്ന് അറിയില്ല. ഇവിടുത്തെ അമ്മമ്മ എന്താ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ആ നീല സാരിയല്ലേ? അമ്മമ്മേ ഞങ്ങൾ പോയി, ടാറ്റ. നിങ്ങൾ ഒന്നിനും വന്നതല്ലേ? അവരിങ്ങനെ നോക്കാം. ഇതൊക്കെ ഈ പെണ്ണ് ചെക്കനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്താ ഇവിടെ പരിപാടി വന്ന് നോക്കാം. മലയുടെ ഒരു വ്യൂ കാണിച്ചു തരട്ടോ. ഞാൻ ആ വളവ് വരെ പോയിട്ട് വരാം അല്ലേ അച്ചു? അവിടെ ഒരാൾ നിൽക്കില്ലേ അതിൻ്റെ അപ്പുറം. ഇതുണ്ടോ മേഘവും മലയും കൂടി, അതായത് ആകാശവും മലയും കൂടി ഒന്നായിട്ടുള്ളൊരു കാഴ്ച. മൈന ചെവി പൊളിക്കോ? ഞാൻ ഒറ്റക്കാണെങ്കിൽ മൂലക്കൊമ്പ് വരെ പോട്ടെ വരും. ഒറ്റയ്ക്ക് പോവും. ലെഫ്റ്റ് സൈഡിലത്തെ തോട്ടത്തിൽ നിന്ന് മൈനകൾ കാച്ച് പീച്ച് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ട്. കുറച്ച് ആ വളവ് വരെ പോയിട്ട് തിരിച്ചിട്ട് ആ വീടിൻ്റെ സിറ്റൗട്ടിൽ അങ്ങോട്ടും പോയി ഇരിക്കുക. കാരണം മഴ ആയതുകൊണ്ട് പുല്ലെല്ലാം നനഞ്ഞു. ഇനി നമ്മളിരുന്നാൽ നമ്മുടെ മൂടും നനയും. അവന് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും തണലത്ത് പോയി, തണലല്ല മഴ വെയിൽ കൊള്ളാത്തോട്ട് പോയി ഇരിക്കുക. 2 നായക്കുട്ടികൾ നിന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടാ. കൊന്ന് തിന്നോ? വരുന്ന വരവ് കണ്ടാ തോന്നിപ്പോൾ കൊന്ന് നമ്മളെ തിന്നോ? തീർന്നാ നിന്റെ വരെയും കഴിഞ്ഞു? രണ്ടിനും കുസലില്ലാണ്ടായി. കുത്തനെ ഇറങ്ങും, വഴിയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇറക്കണ്ട. ഹായ്, നല്ലൊരു മൈതാനത്ത് എത്തിയല്ലോ നമ്മള്. ഇവിടെ വരെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വീടുകളൊന്നും കാണാനില്ല. നല്ല പരന്ന് കിടക്കണ കാട് പിടിച്ച അടിപൊളി സ്ഥലം. ഇത് നോക്ക്. അടിപൊളിയായിട്ടല്ല. ശരി, ആ വളവ് വരെ പോവാ. ഞങ്ങളിപ്പോൾ നിൽക്കണ ഈ വളവ് വരെ വരാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം, പോവാൻ തോന്നുന്നില്ല. ശരി, ആ അറ്റത്തെ വളവ് വരെ പോയിട്ട് തിരിച്ചു വരാം. ഒരു ആനേനെയോ ഒരു മാനിനെയോ ഒരു പന്നീനെയോ എന്തിനെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ. നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ അറ്റത്ത് ഇവിടെ വലിയ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതായത് കുറച്ച് ഹൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ പോയി നോക്കാം. ഞങ്ങൾ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നടന്നിട്ടുള്ള വൈബൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതായിരുന്നു സൂപ്പർ. നമ്മുടെ അവിടുന്ന് ഇഷ്ടംപോലെ വീഡിയോ എടുത്തത് ഇവിടെ വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. അയ്യോടാ, ആളുമില്ല നാഥനുമില്ല ഒന്നുമില്ല. അയ്യോ എന്ത് രസാ. അവിടുന്ന് പോകണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് ഇവിടെ വീട് വെക്കാനുണ്ട്. അതിൻ്റെ മേലെ ഈ കയറി നിന്നിട്ട് നോക്കൂലേ, അതുണ്ടാക്കുക. എന്നിട്ട് ആനേനൊക്കെ ഇങ്ങനെ നോക്കുക. ഒരു ആന വരുന്നുണ്ടാവോ? അതൊക്കെ ആന മരം വെച്ച് തള്ളിയിടും. നല്ല കാട്, സൂപ്പർ. ഞങ്ങൾ നിൽക്കണോർത്തുന്നില്ലേ, വയറ്റുന്ന എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പോവാ. പതുക്കെ പുറകേക്ക് വലിയട്ടെ, എന്താന്ന് നോക്കിയിട്ട്. ഇല്ലടാ പ്രശ്നമൊന്നുമില്ല. മഴക്കുമ്പോൾ ഒരേന്ന് സൗണ്ട് കിട്ടുന്നുണ്ടോ? എന്ത് സൗണ്ടാന്ന് അറിയില്ലല്ലോ. ഇല്ലല്ലോ, കുഴപ്പമില്ല. പോയൊക്കെ നോക്കിയിട്ട് പോവാ. എന്നാലും ഇതുകൂടെയൊക്കെ എന്തൊക്കെ നിരങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നോക്ക്. അവിടെ എന്തുണ്ട് കേട്ടോ. പന്നിയായിരിക്കോ? പന്നിയാണെങ്കിൽ ഞങ്ങൾ നേരെ തിരിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്തായിരിക്കും? ഫുഫു എന്ന് ഒച്ച ഉണ്ടാക്കിയില്ലേ? അന്ന് വന്ന പന്നി ഒച്ചുണ്ടാക്കി. പട്ടിയാണോ പന്നിയാണോ മനസ്സിലാവാത്തൊരവസ്ഥയായാലോ. അങ്ങോട്ട് കടക്കുക വേണം. എന്ത് ചെയ്യാ? നമുക്ക് ഈ മൂലയ്ക്ക് കൂടി പോവാം.
ഞങ്ങൾ അടുത്തെത്തുമ്പോൾ സൗണ്ട് ഉണ്ടാക്കും, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന സൗണ്ട് നിർത്തും. പക്ഷെ അത് ഇതിൽ കേൾക്കാൻ പറ്റില്ല. കൂടെ ഞങ്ങൾ ചുരുട്ടി പോയി നോക്കട്ടെ ട്ടാ. ഞങ്ങളെ അവിടുന്ന് തിരിച്ചുട്ടാ. എന്താ പറഞ്ഞാൽ അവിടെ എന്തോ ഉണ്ട്, ഒന്നേ കൂടുതലുണ്ട്. എന്താന്ന് മനസ്സിലാവണില്ല. കാട്ടുപന്നി ആവാനാണ് ചാൻസ്. അല്ല, പുലിയൊക്കെ ആണെങ്കിൽ കൂട്ടായിട്ട് വരില്ല. രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ? പക്ഷെ ആ വളവ് വരെ പോകണമെന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യനും ഇല്ല, ഒരാളില്ല. തിരിച്ച് ഒന്ന് ക്യാമറ കാണിച്ചു തരാട്ടാ. നമ്മളങ്ങോട്ട് കടന്നാൽ തന്നെ തിരിച്ച് ഇതേ തന്നെ വരണ്ടേ? തിരിച്ചിങ്ങോട്ട് തന്നെ വരണ്ടേ? ഷോ, ഒരാളും കൂടി ഉണ്ടെങ്കിൽ പോവായിരുന്നു. ഷോ, ഏതെങ്കിലും ഒരു വണ്ടി വന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് കടക്കായിരുന്നു. പോയി നോക്കണം എന്നൊക്കെ ഉണ്ട്. ഇത് കണ്ട, ഇവിടെ ഒരു മനുഷ്യനോ ഒരു മൃഗം പോലും ഇല്ല കേട്ടോ. മൃഗം മീൻസ് ഒരു പശുവോ ആടോ നായയോ അങ്ങനെയുള്ള ഒരു ജീവികളും ഇല്ല. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അത് എന്തിൻ്റെ സൗണ്ടാണെന്ന് അറിയില്ല. അവിടെ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. ഇതാ ഈ ചാലുണ്ടല്ലോ, ഈ സൈഡിൽ കൂടി പോകുന്ന ചാല്, ആ ചാലിൽ എന്തോ കുറ്റിക്കാടുണ്ട്. ഇപ്പം ഞങ്ങൾ അടുത്തെത്തുമ്പോൾ അത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളവിടെ എത്തിയിട്ട് നമ്മുടെ പുറകുന്ന് വേറൊരു സൗണ്ട് കേട്ടു. നമുക്ക് പോയി നോക്കിയാലോ? പോയി നോക്കാം. നമ്മളവിടെ എത്തിയില്ലേ? നമുക്ക് ഈ സൈഡിൽ കൂടി പോയി നോക്കാം. ഈ മൂലിക്ക ഒരു ധൈര്യത്തിന് പോയി നോക്കട്ടെ. കുട എൻ്റേതാന്ന്, ഞാൻ രക്ഷപ്പെട്ട നീ കുടുങ്ങിക്കോന്ന്. പന്നിയാണെങ്കിൽ അതിൻ്റെ അമ്മയുടെ ഉണ്ടാവേ, അതാണ് കുട്ടിയാണെങ്കിൽ അമ്മക്ക് ദേഷ്യം. ഇപ്പൊ പക്ഷികളൊച്ച ഉണ്ടാക്കുന്നത് കൂടി പേടിയാവാൻ തുടങ്ങിയല്ലോ. കടന്നു 20 മീറ്ററും കൂടിയുള്ളൂ. 20 മീറ്ററും കൂടി ഉള്ളൂ. അങ്ങനെ വേണ്ട അമ്മേ. ഞങ്ങൾ അവിടെ കടന്നു. അതായത് സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് പേടിയായിട്ടാ. എന്ത് സംഭവമാണെന്ന് അറിയില്ലല്ലോ. ധൈര്യത്തിൽ പോകുന്നു വേണ്ട. ഇവിടെയും ചിലപ്പോൾ മൃഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചുറ്റും നമ്മുടെ പിന്നാലെ തന്നെ നമ്മൾ അറിയാതെ വരുന്നുണ്ടെങ്കിലും. അച്ചു അതെന്താ? പശുവാ. അവൻ്റെ കൈ പിടിച്ചിട്ടാ. അതല്ല, അത് അതാ പശുവിനൊന്നും കാലില്ല പറഞ്ഞതല്ലേ. അയ്യോ, പശു പേടിച്ച് തൂറിയിട്ട് എന്തിനാ അങ്ങനെ വരുന്നത്? അതല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കാം. പേടിച്ച് തൂറി. രണ്ടെണ്ണം ഉണ്ട്. രണ്ടല്ല 3 ഉണ്ട്. 2-3 പശുക്കളെ കണ്ടു, സമാധാനായി. പശുവെങ്കിൽ പശു, പശു ഉണ്ടെങ്കിൽ ആളുണ്ടാവും. അയ്യോ, വെറുതെ അവിടുന്ന് പേടിച്ചു. എന്തോ വരാണെങ്കിൽ വരട്ടെ വന്നാൽ മതി. പന്നി അങ്ങനെ നേരെ ചാടിയാലോ. മേഘം നോക്ക്, കുറച്ച് ഭാഗം മലേൻ്റെ അവിടെ നിന്ന് മാറി. ഇതുണ്ട ഈ നടുഭാഗം 2-3 പശുക്കൾ ഇവിടെ മേയുണ്ട് കേട്ടോ. ഇതാണ് കുറേ ദൂരം പോയ കാടാണ് പറഞ്ഞത്. കാടിൻ്റെ തുടക്കത്തിൽ തന്നെ പൊട്ടന്മാർ പേടിച്ചിട്ടിരുന്നു. ഇതാണ് നമ്മുടെ മൂലക്കൊമ്പ് റൂട്ട്. ആട്. എന്തിനാ അവിടുന്ന് പേടിച്ചത്? ഒരു വീടച്ചാതാ അവിടെ. അവിടെ ഒരു വെള്ള കളർ വീട്. മൈനകൾ. അതാ ആട്ടുംകൂട്ടും പശുവൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മൾ സൗണ്ട് കേട്ട് പേടിച്ച പന്നീൻ്റെ കുട്ടികളായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് കുറുക്കുറന്ന് വെച്ചുണ്ടാക്കി. പിന്നെ 2 സൈഡും കാടല്ലേ. അതായത് ഇതണ്ട, ഈ സൈഡും കാട്, അതൊരു പശു അവിടെ മെയ്യാണേ. പിന്നെ ഈ സൈഡും കാട്. പിന്നെ പേടിയാവാണ്ടിരിക്കോ, അതുകൊണ്ടാണ്. പേടി വന്നാൽ അങ്ങനെ പേടിയില്ല, എന്തെങ്കിലും മുന്നിക്ക് എടുത്ത് ചാടുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതിലും വലിയ കാട്ടുകൂടി നമ്മൾ പോയതാണ്. ആളുണ്ടോ എവിടെ? അതെന്താ അച്ചു അവിടെ? അത് ആളാണോ? അയ്യോ, പ്രേതം. അവര് ആ കാട്ടിത്തെ ചെണ്ട കെട്ടി കൊടുത്ത് കരടി ആയിക്കോ.
ആരുടെയും സാധനമല്ല പൊട്ടിച്ചിരിയാണ്. പൊട്ടിയതാടാ. എന്നാ കുഴപ്പമില്ല. അവളവിടുന്ന് സൗണ്ട് കേട്ടില്ലേ? ആ സൗണ്ട് കേട്ടോടത്ത് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ നെരിഞ്ഞ് അടയാളമുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ കിഴിഞ്ഞ് അത് കൂടി പന്നി ഇറങ്ങി വരുന്നുണ്ടാവേ. പന്നി എന്തെങ്കിലും എഴുജന്തുക്കളോ കിട്ടി. അവിടുന്ന് നടന്ന് നമ്മൾ ഒരു പുഴയുടെ തീരത്തെത്തിയിട്ടുണ്ടോ. കാട്ടുപുഴ. അവിടെ നിന്നൊരു പുഴ കണ്ടില്ലേ? അത് ഇവിടുന്ന് ഒഴുകി വരുന്നതായിരിക്കും. അവിടെ ഇപ്പം ഞാൻ സ്ഥലം വാങ്ങിയേനെ വീണിട്ട്. ദേ പുഴ കല്ല്. അവിടെ പണിക്കാരുണ്ടെന്ന് തോന്നുന്നു. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കൈക്കോട്ടുകൊണ്ട് കളക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പുഴയിൽ വെള്ളം ഒഴുകി പോണ സ്ഥലത്ത് വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ അതാ ഒരാൾ അബദ്ധമുണ്ട്. പേടിക്കണ്ട. ഒരാൾ ദൂരെ അബദ്ധം ഈ വരമ്പിൻ്റെ സൈഡിൽ കൂടി നടന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് പെറുക്കിക്കൊണ്ടാൻ കഴിയില്ലച്ചോ. കല്ല് പെറുക്ക നല്ല തെളിഞ്ഞ വെള്ളമല്ലച്ചോ. ഒരു ആംബുലൻസ് പോണു. ഇത്ര നേരം ഒരു വണ്ടിയും വന്നില്ല. ഞങ്ങളെ പേടിപ്പിച്ച് അവിടെ നിർത്തി. അപ്പം അതേ പുഴയിൽ വെള്ളമൊക്കെ വറ്റി. ഇനി കുറവാണ്. അങ്ങാണ് ഒരാളുള്ളത്. അത് ആ ഒരു റെഡ് കളർ കണ്ട അറ്റത്ത്. ആട് മേയ്ക്കുന്ന ഒരു അപ്പൂപ്പനെ അച്ചു. അത് അവർ പുഴയിൽ ഇറങ്ങി അപ്പിയിട്ടിട്ട് കഴുകാൻ വേണ്ടി ഇറങ്ങിയതേക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവിടെ ആടൊക്കെ ഉണ്ട്. അയാൾ ഇങ്ങോട്ട് വന്ന് ഓരോന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് പോവാം. ഉരുളൻ കല്ലും കൊണ്ട് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയതാണിത്. കണ്ട് എൻ്റെ പുഴയുടെ സൈഡൊക്കെ കെട്ടിയിരിക്കുന്നത് ചിത്രത്തിലൊക്കെ കാണുമ്പോൾ ഇല്ലേ പുഴ അങ്ങനെ ഒഴുകണത്. ഇങ്ങനെ പോയി അങ്ങെത്തും. നമ്മൾ അവിടെ കണ്ട പുഴ. ഇതിൻ്റെ അപ്പുറം ഇനി നമ്മൾ പോണില്ല കേട്ടോ. വണ്ടികളൊക്കെ റോഡിൽ കൂടി വരുന്നുണ്ട്, എന്നാലും പോണില്ല. ചെറിയൊരു പേടി. ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. ആവശ്യമുള്ളപ്പോൾ ഒന്നും വണ്ടികളൊന്നും ആൾക്കാരൊന്നും കാണില്ല. ഇവിടെ ഇരിക്കണമെന്നുണ്ട് കുറച്ച് നേരം, പക്ഷെ വേണ്ട. പോവാല്ലേ? അല്ല, അവിടെ പോയിരിക്കാം. ആ മുക്കിൽ ആ ഒരു വീടിൻ്റെ അവിടെ പോയിരിക്കാം. ഇവിടെ വല്ലതും വന്ന് നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അവരൊന്നും വരില്ല. അവരവരുടെ പണിയും കൊണ്ട് അവർ ഓടും. ഒരു പുലി വന്ന് പിടിക്കാൻ വന്ന് വെക്കി അവരവരുടെ ആടിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് ഓടും. നമ്മളോ ഇനിയിപ്പോൾ ഒച്ച ഉണ്ടാക്കിയാലും പുലി അതിന് കേക്ക് നമ്മൾ നിലവിളിച്ചാലും പുലി നമ്മളെ തൂക്കിക്കൊണ്ട് പോയാൽ പോയി. നിന്നെ ഒറ്റയടിക്കില്ല പുലിക്ക്. ഫസ്റ്റ് നിന്നല്ലേ എളുപ്പം. അതിൻ്റെ ഒരു കൈയിൻ്റെ ഒറ്റയടിക്കില്ല. വാ ഇവിടെ ഇരിക്കാൻ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കായിരുന്നു. ഇത് പായലാവും, അല്ലെങ്കിൽ കല്ലിൻ്റെ കളറാവും. ഇപ്പം ഞങ്ങൾ നേരെ ഈ വഴി കൂട്ടത്തിന് തിരിച്ച് നമ്മൾ പേടിച്ച് അവിടെയും കടന്ന് കുറച്ച് അപ്പുറം പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം കുറച്ച് നേരം. ഇവിടെ ഒരു മയിൽക്കുറ്റിയിൽ 400 മീറ്റർ എഴുതിയിട്ടുണ്ട്. ഇനി മൂലക്കൊമ്പിൻ്റെ അവസാനമാണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അത്ര ഒരുപാട് ദൂരം നമ്മൾ നടന്നുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ പുഴയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയില്ല പുഴ. ആ ഒരു നീല ഗേറ്റൊക്കെ എന്തിനുണ്ടാക്കിയതാണെന്നറിയില്ല, എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഇത് നമ്മൾ ഇറങ്ങിയ പുഴ. വീട് വല്ലതും വരണ്ടായി. വീടോ റിസോർട്ടോ. ഞങ്ങൾ തിരികെ നടക്കുവാണ്. വീട്ടിലേക്ക് ഇപ്പോൾ പോകണില്ല. പോയിരുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ തിന്നാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിലിപ്പോൾ കടലമുട്ടായി തിന്നു കഴിഞ്ഞു. ഇനി എൻ്റെ ക്രീം ബണ്ണുണ്ട്, പിന്നെന്തോ ഉണ്ടല്ലോ മസാലക്കടല പട്ടാണിക്കടല ഒക്കെ ഉണ്ട്. അത് അങ്ങ് അവിടെ പോയിരുന്നിട്ട് ഒരു വീടുണ്ടാക്കുന്നത് കാണിച്ചെന്നില്ല. അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കാം. മഴ കൊള്ളൂല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഒന്നും ഇരിക്കാനും പറ്റില്ല. കുടയും കുത്തിപ്പിടിച്ച നടപ്പ് നല്ല രസമുണ്ട്. പശുവിനെ കണ്ടപ്പോൾ ധൈര്യമായി. പശുവിനെ ആടിനെയും കണ്ടപ്പോൾ ധൈര്യമായി. അപ്പം വല്ല ഇങ്ങനെ വന്നു. പിന്നെ പുഴയുടെ അടുത്തിപ്പോൾ ഒരാളും ഉണ്ടായിരുന്നല്ലോ. അവരെ കണ്ടില്ല, ഞങ്ങൾ കണ്ടു. ഞങ്ങളെയും കണ്ടു. മുണ്ടാൻ അടുത്തേക്ക് വരാനൊന്നും അവസരം കൊടുക്കാതെ നമ്മൾ അവിടെ തിരിച്ച് പോന്നു. ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഏരിയ ഒന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ വീടിൻ്റെ അവിടെ പോയിട്ട് അവസാനിപ്പിക്കാം.
കാടിൻ്റെ ഉള്ളിലത്തെ ഒരു അമ്മയും കുഞ്ഞുങ്ങളെയും കണ്ട ഇത് അമ്മട്ടാ. ഈ മേലെ ഇരിക്കുന്നത് അമ്മ. ഈ ചോപ്പ് കുരു പോലെ നിൽക്കുന്നത് കുഞ്ഞുങ്ങൾ. എന്ത് ഭംഗിയല്ലേ കാണാൻ. തൊട്ടപ്പുറത്തൊരു പൂമ്പാറ്റ പറന്ന് നടക്കണുണ്ട്. അതവിടെ ഇരുന്നിട്ട് ചെറുകാട്ടുന്നുണ്ടോ. കാടിൻ്റെ ഭംഗി മനോഹാരിത എന്ത് രസാലേ. ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ഒരു നല്ല വീടുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞത്. അതിൻ്റെ സിറ്റ് ഔട്ടിലെത്തിയിട്ടുണ്ട്. കുട നനഞ്ഞിട്ട് വെള്ളം ചാടുന്നു കുടയെന്ന്. പിന്നെ ഈ മഴയത്തിൽ നടന്നു പോകാൻ വയ്യ. അത്ര ദൂരം നടന്നു പോയിട്ട് വന്നുകൊണ്ട് ക്ഷീണിച്ചുട്ടാ. നമ്മുടെ അച്ചൂട്ടി ഇവിടെ ഇരുന്നു. ഇതാ നമ്മളെന്തൊക്കെയോ കഴിക്കാൻ വാങ്ങിയിട്ടില്ലേ? എടുത്തോളൂ. നിൻ്റെ ക്രീം ബണ്ണ് കഴിച്ചോ. ഇവിടെ ഇരുന്ന ചളി ആവും, എന്നാലും കുഴപ്പമില്ല. കാല് നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് ഇരിക്കുന്നു. ഇവിടെ ഇരുന്ന് വെള്ളാടെ വെച്ചാ ഏതെങ്കിലും സൈഡിൽ വെച്ചാ എന്തെങ്കിലും താ. മസാല കടല താ തിന്നട്ടെ. എൻ്റെ ക്രീം ബണ്ണ്, പട്ടാണി കടല, ഇതാണോ അവിടെ മസാല കടല. പിന്നെ ഇതൊരു കേക്ക് പോലെ ഒരു സാധനം. കേക്കല്ല, വേറെന്തോ ഒരു സംഭവം. പിന്നെ മസാലക്കടല. അപ്പം ഞാൻ മസാലക്കടല പൊട്ടിച്ച് തിന്നാം. ഒരു ചെറിയ പീസ് എനിക്ക് തരുമോ? ഒരു ചെറിയ പീസ് എനിക്ക് തരുമോ? മതി. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് വെച്ചാൽ ഞാൻ ആ സാധനം കഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് തിന്നാളൊക്കെ കൊടുന്നൊക്കെ തിന്നിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.